ഹായ് ഹലോ വെൽക്കം ടു ഗ്രീൻ ഒയാസിസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊക്കെ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പാഷൻ ഫ്ലവർ പ്ലാന്റ് ആണ്. കൃഷ്ണകമലം, പാസിഫ്ലോറ എന്നീ പേരിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി കളറിൽ ഇതിലോട്ട് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഇതിപ്പോൾ റെഡ് കളറിൽ പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പിങ്ക്, പർപ്പിൾ, വൈറ്റ്, യെല്ലോ, ഓഫ് വൈറ്റ് എന്നീ കളറിലൊക്കെ ഇതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത് കേട്ടോ. വെള്ളം വാർന്നു പോകുന്ന ഈർപ്പമുള്ള മണ്ണാണ് ഈ പ്ലാന്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അത്യാവശ്യം വാട്ടറിങ്ങും ഒക്കെ കൊടുക്കേണ്ട ഒരു പ്ലാന്റാണിത്. വേനൽക്കാലങ്ങളിലൊക്കെ ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ നനയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജൈവവളം, രാസവളം ഇതിലേത് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഇലയും പൂക്കളും ഒക്കെ ഒരേപോലെ ഭംഗി വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അക്യുമിനസ് പ്ലാന്റ് ആണ്. നമുക്ക് ഏത് വിധത്തിലും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണിത്. ഹാങ്ങിങ് പോട്ടിലാണെങ്കിലും ഇനി അഥവാ സാധാ പോട്ടിലാണെങ്കിലും അതുമല്ലെങ്കിൽ പിന്നെ നിലത്തൊക്കെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ അക്യുമിനസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ജിഫി പ്ലാന്റ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഏകദേശം വർഷം മുഴുവൻ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ്സാണിത്. ഒരുപാട് പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റാർലൈറ്റ് പ്ലാന്റ് ആണ്. ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നുമല്ല, എന്നാലും ഇതിൻ്റെ ആ ഒരു ഭംഗി നമ്മളെ പൂന്തോട്ടത്തെ എന്നും ഒരു മനോഹാരിത നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ സ്റ്റാർലൈറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകളൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തോന്നും ഇത് ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് ആണോ എന്നൊക്കെ ശരിക്കും തോന്നിപ്പോകും. അത്രയ്ക്ക് ഭംഗിയാണ്, ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തെ ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ ഷെയ്ഡൊന്നും കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടില്ല. വളർന്ന് വരികയൊക്കെ ചെയ്യും, പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ആ ഇലകളുടെ ആ ഒരു ഷെയ്ഡും ഇതൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻഡയറക്റ്റ് സൂര്യപ്രകാശമായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നനവാണെങ്കിലും ഒരുപാട് നനവ്, ഒരു മിതമായ നിരക്കിൽ നനവ് ഈ പ്ലാന്റ്സിന് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളടുത്ത് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് 85 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബൊഹീനിയ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് പൂക്കളുടെ വസന്തം തന്നെ ഒരുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ബൊഹീനിയ പ്ലാന്റ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ്. ഒരു യെല്ലോയും റെഡും കളറിട്ടുള്ള പൂക്കളാണ് ഈ പ്ലാന്റ്സിൽ പൊതുവെ കാണാൻ കഴിയുന്നത്. ആദ്യം ഇതിനകത്ത് മഞ്ഞ നിറത്തിലുള്ള പൂക്കളായിരിക്കും വിരിയുന്നത്, പിന്നീട് അത് റെഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊരു സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് ഒന്നുമല്ല, വർഷത്തിൽ 3-4 തവണ പൂക്കുന്ന ഒരു പ്ലാന്റാണിത്. നമ്മുടെ ഗാർഡൻ്റെയൊക്കെ മനോഹാരിത നിലനിർത്താൻ പറ്റിയിട്ടില്ല നല്ലൊരു പ്ലാന്റാണിത്, ഈ ബൊഹീനിയ കൊക്കോനിയ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനിപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 110 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ പ്ലാൻസിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കാറ്റലോഗും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് വഴി പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണോ ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്താലും മതിയാവും. അപ്പം ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.